നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഓണത്തിൻ്റെ ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം നമ്മൾ ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2ൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. 300 8 tens 5000 4 ones എന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിൽ 4000 3 tens ജോയിൻറ്റ് ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. 1000-ൻ്റെയും 100-ൻ്റെയും ടെൻസ് വൺസ് എഴുതാനുള്ള കോളം കൊടുത്തിട്ടുണ്ട്, നമ്പർ എഴുതാനുള്ള കൊടുത്തിട്ടുണ്ട്. ആൻസർ നോക്കാം. ഇതിൽ 300 8 tens 5000 4 ones. അപ്പോൾ 1000-ൻ്റെ കോളത്തിൽ എഴുതാം, 5000 എന്ന് എഴുതാം. വലുത് 1000 അല്ലേ, പിന്നെ 100 8 tens ones. അപ്പോൾ 300 എഴുതാം. 8 tens എന്ന് പറഞ്ഞാൽ 8 × 10 80 4 എഴുതാം. ഇതൊക്കെ കൂടെ പ്ലസ് ചെയ്താൽ 5384 കിട്ടും. 4000-ഉം 3 tens ജോയിൻറ്റ് ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാകെ 1000-ഉം 10s മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 1000-ൻ്റെ കോളത്തിൽ 4000 എഴുതാം. 10s-ൻ്റെ കോളത്തിൽ 3 × 10 30 കിട്ടും, 30. അപ്പോൾ പ്ലസ് എഴുതാം, 4030 കിട്ടും. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തതായിട്ട് ദ നമ്പർ വിത്ത് 2500 8 tens and 4 ones. അപ്പോൾ ഇതിൽ 1000 അല്ലാന്നേക്കിന് 2500 എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ 100 × 25 കിട്ടുമ്പോൾ നമുക്ക് 2500 കിട്ടും, 2500 കിട്ടും. അപ്പോൾ 8 tens എന്ന് പറഞ്ഞാൽ 8 × 10 80. പിന്നെ 4 ones മറ്റേ കോളത്തിൽ 1 less the small 4-digit number 4 സംഖ്യയുള്ള ഏറ്റവും ചെറിയ 4 നമ്പർ എഴുതാം, ഡിജിറ്റ് എഴുതാം. അപ്പോൾ 1000 ആണല്ലേ ചെറിയ ഡിജിറ്റായിട്ട് 4 വലുത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 കുറയ്ക്കണം. 1 കുറയ്ക്കുമ്പോൾ 999 കിട്ടും. അപ്പോൾ അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ 25-നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 2500 കിട്ടും. അപ്പോൾ 1000-ൻ്റെ കോളത്തിൽ ഇപ്പോൾ 0 വരുന്ന 1000 രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ 2000 എഴുതാം. പിന്നെ ബാക്കിയിൽ 500 ഇല്ലേ, അപ്പോൾ 100-ൻ്റെ കോളത്തിൽ 500 എഴുതാം. പിന്നെ 8 tens എന്ന് പറഞ്ഞാൽ 8 × 10 80 4 ones. അപ്പോൾ ഇതൊക്കെ കൂടെ പ്ലസ് ചെയ്താൽ 2584 കിട്ടും നമ്പർ. ഇനി 1000-ൽ നിന്ന് 1 കുറച്ചാൽ 999 കിട്ടുക. അപ്പോൾ 4 വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 999. അപ്പോൾ 900 100-ൻ്റെ കോളത്തിൽ എഴുതാം, 90 tens-ൻ്റെ കോളത്തിൽ എഴുതാം, 9 ones-ൻ്റെ കോളത്തിൽ എഴുതാം. അപ്പോൾ നമ്പർ കിട്ടുക 999 കിട്ടുക. ഇതിൽ വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് 2160. അപ്പോൾ 2760 സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. 2006 tens 2060 tens 2016 tens. അപ്പോൾ ഇതിൽ വരെ ഓപ്ഷൻ സി ആണ് 2000-ഉം അതിൽ കൂടെ 16 tens എന്ന് പറഞ്ഞാൽ 16 × 10 ഗുണിച്ചാൽ 160. അപ്പോൾ 2160 അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആക്ടിവിറ്റി 2 കൊടുത്തിട്ടുണ്ട്. അതിലൊരു നമ്പേഴ്സ് എഴുതിയിട്ടുള്ളൊരു ബോക്സ് കാണാം. അപ്പോൾ വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്സ് ആയ കുട്ടി കൈ പിടിച്ചിട്ടുള്ളൊരു ബോർഡുണ്ട്. നമ്പർ കാർഡ് 6475 6475. അതിനെ സൂചിപ്പിക്കുന്ന ഇത് ഈ ബോക്സിലുണ്ട്. അതിൽ നിന്ന് എടുത്ത് എഴുതാനും 1000-ൻ്റെ എടുത്ത് എഴുതാം. അപ്പോൾ നോക്കിയാൽ 6000-ൻ്റെ അത് എടുത്ത് എഴുതാം. പിന്നെ 470 പിന്നെ 5 അതൊക്കെ എഴുതാം. ഇങ്ങനെ ബോക്സായിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ എഴുതാം. അതൊക്കെ കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 6475 കിട്ടും. പിന്നെ നമുക്ക് നോക്കാം, സ്ട്രിപ്പിലുള്ള വലിയ സംഖ്യ ഏതാണെന്ന് നോക്കാനാണ്. 900 800 90 6 ഇതിൻ്റെ വലിയ സംഖ്യ. ഇനി ഒരു അബാക്കസ് കാണുന്നുണ്ട്. അപ്പോൾ 1000-ൻ്റെ സ്ഥാനത്ത് 4 beads ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റാനാണ് പറഞ്ഞത്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അബാക്കസ് ദ പ്ലേസ് ഇറ്റ് ഓൺ ദ ടെൻസ് പ്ലേസ്. അതിൽ നിന്ന് ഒരു ടെൻസിൻ്റെ പ്ലേസിലേക്ക് ഒരെണ്ണം മാറ്റിയിട്ടുള്ള നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നത്. പിന്നെ ഡിയിൽ ചോദിക്കുന്നത് ഈ ആദ്യത്തെ നമ്പറും. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ 4000 ആണല്ലേ. അതിൽ നിന്ന് ഇപ്പോഴത്തെ കിട്ടിയത് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ എഴുതാം. എന്നിട്ട് പിന്നെ ഒരെണ്ണം ടെൻസിൻ്റെ പ്ലേസിലേക്ക് മാറ്റുമ്പോൾ 1000-ൻ്റെ സ്ഥാനത്ത് 3 എണ്ണം, പിന്നെ ടെൻസിൽ ഒരെണ്ണം വരുമ്പോൾ 3010 വരെ. ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 4000 ആണ്, ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ 3010 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻസ് നോക്കി മൈനസ് ചെയ്യാം. അപ്പോൾ 990 ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം 5083 അതിനെ സൂചിപ്പിക്കുന്നത് നമ്പർ ഏതാണ്. അപ്പോൾ 5083 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ അതിൽ കാണാം. 5083 എന്നുള്ള നമ്പർ ഇത് സ്റ്റേറ്റ്മെൻറ്റാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആക്ടിവിറ്റി 3 നോക്കാം.
ആക്ടിവിറ്റി 3 ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു വലിയ എക്സിബിഷന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വരി നിൽക്കുകയാണ്. അപ്പോൾ മീരയുടെ സ്ഥാനം 13th ആണ്, 13ാമത്തെയാണ് ലാസ്റ്റ് എന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് നിന്ന് 13ാമത്താണ് മീര. അപ്പോൾ അറിയാം സെൻട്രയിലുള്ള നമ്പറാണ് 13. അപ്പോൾ മുന്നിൽ 12ഉം ബാക്കിലും 12 വരും. അപ്പോൾ 12ഉം 12ഉം 24 അല്ലേ, അതിനനുസരിച്ച് എഴുതാം. പിന്നെ മിത്രയുടെ നമ്പർ 2789 ടിക്കറ്റ് നമ്പർ. മിത്രന് ഫസ്റ്റ്. അപ്പോൾ സാന്ദ്രയുടെ ടിക്കറ്റിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, നടുക്കിലുള്ള സംഖ്യയാണ് 13. അപ്പോൾ പിന്നിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒക്കെ വരുമ്പോൾ 12ഉം 12ഉം 24 വരും. അതിൽ കൂടെ കൂട്ടുമ്പോൾ ഒരെണ്ണം കൂടെ കൂട്ടിയാൽ 25ആണ്. അപ്പോൾ ഹാമോനി കുട്ടികളുടെ ആകെ എണ്ണം 25ആണ്. ഇനി മീരയുടെ നമ്പർ 2789. മീരയാണ് ഫസ്റ്റത്തെ ലൈൻ. അവസാനത്തെ ടിക്കറ്റ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2813 വരിക. അവസാനത്തുള്ളത് സാന്ദ്രയാണ്. പിന്നെ 2500 രൂപയായി ടിക്കറ്റിന്. അപ്പോൾ 500ൻ്റെ നോട്ടാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ എത്ര എണ്ണം കൊടുക്കണം? അപ്പോൾ ഒരു 5 എണ്ണം കൊടുത്താലാണ് 2500 ആവും. അടുത്തത് കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, 3468, 3648, 4368, 4863, 3864. ഇതിനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആദ്യം തന്നെ ഓർഡർ ആക്കി വയ്ക്കുക. അപ്പോൾ മനസ്സിലാവുള്ളൂ. ഇനി അതിൻ്റെ ഓപ്ഷൻസ് തിരിച്ചും മറിച്ച് ഒരു 3 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓർഡർ നോക്കാം. അപ്പോൾ ഇത് ഓർഡർ ആക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ ഓർഡർ ആക്കിയ 4763, 4368, 3864, 3648, 3468. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. പിന്നെ ഒരു ചിത്രമാണ് ഇനി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏതാണ് അതിൻ്റെ ശരിയെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഒരു ഷഡ്ഭുജമാണ്. അപ്പോൾ ഓരോ കോണിലും മാറ്റം വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു പിക്ചറാണ് ശരിയായിട്ടുള്ളത്. മീഡിയം ഇത്രയും കൂടെ ഒരു പ്ലേയിൽ കാർ റേസിൽ കിട്ടിയ കമ്പ്യൂട്ടറിൽ കളിക്കുന്നത്. അപ്പോൾ കിട്ടിയ പോയിൻറ്റ്സാണ്. മീരയ്ക്ക് റൗണ്ട് 1 495, റൗണ്ട് 2 1805, മിത്രയ്ക്ക് 515, 1685. ഹൗ മെനി പോയിൻറ്റ്സ്? മീരയ്ക്ക് കിട്ടിയ പോയിൻറ്റ്സ് മിത്രയ്ക്ക് കിട്ടിയതും ആകെ ആർക്കാണ് കൂടുതൽ, എത്രയാണ് അവർ കൂടാനുള്ള വ്യത്യാസം നോക്കാം. മീരയ്ക്ക് കിട്ടിയ പോയിൻറ്റ്സ് തമ്മിൽ കൂട്ടി നോക്കാം. 495 1095 പ്ലസ് ചെയ്താൽ 2300 കിട്ടുക. മീരയുടെ 2300, മിത്ര കിട്ടിയത് 2200, 1685, 515 പ്ലസ് ചെയ്താൽ 2200 കിട്ടും. അപ്പോൾ കൂടുതൽ പോയിന്റ് കിട്ടിയത് മീരയ്ക്കാണ് അല്ലേ. അപ്പോൾ എത്രയാണ് തമ്മിലുള്ള ഹൗ മച്ച് വ്യത്യാസം? അപ്പോൾ 2300 നിന്ന് 2200 മൈനസ് ചെയ്താൽ കിട്ടും നമുക്ക് ഉത്തരം 100 കിട്ടുക. ഇനി അടുത്തതൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. 1000, 1200, 1450, 1750 ഇങ്ങനെ പ്ലസ് ചെയ്ത് ഇങ്ങനെ കൂട്ടുന്നത്. അതിൻ്റെ ഉത്തരം വരുന്നത് 2100 ആണ്. ആദ്യം 200 വെച്ച് കൂടി, പിന്നെ 250 വെച്ച് കൂടി, പിന്നെ 300, പിന്നെ അടുത്ത 350 വെച്ചിട്ടാണ്. അപ്പോൾ 2100 വരുന്നത്. ഈ ആക്ടിവിറ്റി 5 കുറേ ഐറ്റംസിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, വിലയും ഐറ്റംസിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൈസ് ക്രിക്കറ്റ് ബോളും ഇതും മേടിച്ചിട്ടുണ്ട്, ഷട്ടിൽ ബാറ്റ്, ക്യാരം ബോർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൈസ് എത്രയാണെന്ന് നോക്കാം. ക്രിക്കറ്റിന് 1230, ബാറ്റും ബോളിന് 970, ക്യാരം ബോർഡിന് 1300 വരിക. അപ്പോൾ അങ്ങനെ അത് ടോട്ടൽ ചെയ്യുക. പിന്നെ എത്രയാണ് ബാലൻസുള്ള എമൗണ്ട് നോക്കുക. അപ്പോൾ ക്രിക്കറ്റിന് 1230, ബാറ്റിന് 970, ക്യാരം ബോർഡിന് 1300, ടോട്ടൽ ചെയ്യുമ്പോൾ 3500 കിട്ടും. അവരുടെ കയ്യിലുള്ളത് 5500 ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്താൽ 3500 മൈനസ് ചെയ്താൽ 2000 രൂപയാണ് ഇനി കയ്യിൽ ആകെ ബാക്കിയുള്ളത്. അപ്പോൾ ബിയുടെ ഉത്തരം 2000 കേട്ടോ. ഇനി മേടിക്കാനായിട്ട് ഇനി ആ 2000 രൂപയിൽ എന്തൊക്കെ അവർക്ക് മേടിക്കാൻ പറ്റുന്നു. അപ്പോൾ വോളിബോളിന് നെറ്റ് മേടിക്കാൻ 860 ഉള്ളൂ. വോളിബോളും 1099. അപ്പോൾ ടോട്ടൽ ആകുമ്പോൾ 1950 കിട്ടുക. അപ്പോൾ 2000 രൂപയിൽ ഇതൊക്കെ മേടിക്കാം. ഇനി ഐറ്റംസ് മാറ്റണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തതിന് ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് അവർ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് പേരൻസ് എല്ലാവരും കൂടെ. അപ്പോൾ 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ പ്രൈസ് ലിസ്റ്റും എന്തൊക്കെയുണ്ട് ഐറ്റംസ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. വേറെ ക്വസ്റ്റ്യൻ ഭാഗ്യ ആൻഡ് ഹെർ ബ്രദർ അവർക്ക് മേടിച്ചതെന്ന് നോക്കാം. ഷർട്ട് 900, പാൻറ്റ് 1050, ലാച്ച് 1550. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാമെന്ന് പറയും. പിന്നെ ഫൈൻ ദ റിമൈനിങ് എമൗണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ളത് 7000 ആണ്. ഇനി ബാക്കി എത്ര ഉണ്ടെന്ന് ഈ ടോട്ടൽ കണ്ടാൽ മൈനസ് ചെയ്താൽ ഉത്തരം കിട്ടും.
ബാക്കി എത്ര പൈസ ഉണ്ടെന്ന് വെച്ചാൽ ടീഷർട്ട്, അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരി എടുക്കാനുള്ള പൈസ ഉണ്ടാവുമോ തികയുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കാം. അപ്പോൾ 7 3500 അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന 7000ആണ്. അപ്പോൾ 7000 നിന്ന് 3500 പോയാൽ ബാക്കി 3500 തന്നെ ഉണ്ട്. സാരിക്ക് 2100, ടീഷർട്ടിന് 950. അപ്പോൾ മേടിച്ച് വരുമ്പോൾ 3050 ആവണം. അവരുടെ കയ്യിലുള്ളത് 3500. അപ്പോൾ ഡിയുടെ ഉത്തരം തികയും കേട്ടോ. സിയുടെ ഉത്തരം 3050. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി EVSൻ്റെ ബാക്കി ഇംഗ്ലീഷും മലയാളം ഇട്ടിട്ടുണ്ട്. ഇനി EVSൻ്റെ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.